സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 54, 55, 56 3 ദശകമാണ് കാളിയമർദ്ദനം. 55ാമത്തെ ദശകമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗണശൃംഗ തകർത്ര വിനിസ്തൃമര ജലദഗ്നിഗണോഗ്രവിഷംബുധരം പുരതപണിനം സമലോകയഥ. സമലോകയഥ എന്ന് കണ്ടു. ബഹുശിങ്കിണം അഞ്ജനശൈലമിവ. അഞ്ജനശൈലത്തിലുള്ള കൊടുമുടി പോലെ അനവധി പടങ്ങൾ തലകളുള്ള കാളിയനെ ഭഗവാൻ നോക്കിക്കണ്ടു. 6ാമത്തെ ജലദക്ഷി പരീക്ഷരദുഗ്രവിഷസനോഷ്മഭരസ്സ മഹാഭുജഗ പരിദംശ ഭവന്തമനന്തബലം സമവേട്ടയതസ്ഫുടചേഷ്ടമഹോ. പരീക്ഷര ദുഗ്രവിഷശ്വസനോഷ്മഭരസ്സ മഹാഭുജ. ഭയങ്കരമായ വിഷക്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാളിയൻ പരീക്ഷരദുഗ്രവിഷശ്വസന ഉഗ്രവിഷം ചീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സ മഹാഭുജക, ആ പാമ്പ്, മഹാവലിയ പാമ്പ് എന്തു ചെയ്തു? ജലദക്ഷി അനന്തബലം ഭവന്തം പരിദംശ. ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി, ജലദക്ഷി ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി ഭവന്തം അങ്ങയെ കടിച്ചു. പരിദശ്യ സർപ്പദംശം എന്നുള്ളതിനാണ് ദംശിഷ്യ, പരിദശ്യ. എങ്ങനത്തെ ഭഗവാനെ? അനന്തബലവാനായിരിക്കുന്ന, ഭഗവാന്റെ ബലത്തിന് അളക്കാൻ പറ്റുമോ? അത്രയും ബലവാനായിരിക്കുന്ന അങ്ങയെ ജലദക്ഷി അനന്തബലം ഭവന്തം പരിദശ്യ, അനന്തബലത്തോടു കൂടിയിട്ടുള്ള അങ്ങയെ കടിച്ചു. അസ്ഫുടചേഷ്ടം സമവേട്ടയത്. ഭഗവാന്റെ ആ ചലനങ്ങൾ അസ്ഫുടചേഷ്ടങ്ങളായിരുന്നു. അങ്ങനത്തെ ചലനങ്ങളാണ് ഭഗവാൻ ഉണ്ടായിരുന്നത്. വേഗം 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 ചലിച്ചു. പാമ്പിന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ദിശ മാറ്റാൻ പറ്റില്ല എന്നാണ്. പാമ്പിനെ ഓടി വരുന്ന ഒരു പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗം പെട്ടെന്ന് നമ്മുടെ പൊസിഷൻ മാറ്റുക. അടുത്താണ്ട് എത്തിയാൽ മാറ്റിയാൽ മതി. അതിന് ഇങ്ങോട്ട് പെട്ടെന്ന് ദിശ തിരിക്കാൻ പറ്റില്ല അത്ര. അസ്ഫുടചേഷ്ടം എല്ലാ ജീവികൾക്കും അങ്ങനെ തന്നെയാണല്ലോ. ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ദിശ മാറ്റാൻ പറ്റില്ല. അസ്ഫുടചേഷ്ടം, കാണാൻ പറ്റാത്തതായ ചേഷ്ടകൾ കാളിയൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞ് അവനെ ബുദ്ധിമുട്ടിച്ചു ഭഗവാൻ. കണ്ടിട്ട് വേണ്ട എന്തെങ്കിലും ചെയ്യാൻ. ഇപ്പം കാളിയൻ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ ഈ പാമ്പുകളുടെ ഒരു അടവാണ് ചിറ്റി വരിയ. ഇരയെ ചിറ്റി വലിഞ്ഞ് ശ്വാസം മുട്ടിച്ച് കൊല്ലുക. സമവേഷ്ടയത്, ഭഗവാനെ ചിറ്റി, മേലാണ്ട് ചിറ്റി. ജലദക്ഷി പരീക്ഷരത് ഉഗ്രവിഷം ചീറ്റുന്നതായിട്ടുള്ള ജലദക്ഷി, ജ്വലിക്കുന്ന കണ്ണുകളുമായി. ശ്വസനോഷ്മഭരസ്സ മഹാഭുജ, വലിയ പാമ്പ്. ഭവന്തം അനന്തബലം പരിദശ്യ, അനന്തബലം വിശേഷണമാണ്. അനന്തബലത്തോടു കൂടിയിട്ടുള്ള ഭവന്തം അങ്ങയെ കടിക്കാൻ ശ്രമിച്ചു. സാധിക്കാതെ ആയപ്പോൾ സമവേട്ടയത്, ചിറ്റ കൊണ്ടാണ് ഈ വേഷ്ടി ചിറ്റുക എന്ന് പറഞ്ഞാൽ ചിറ്റുന്നത് കൊണ്ട് വേട്ടയതി ഇത് വേഷ്ടി ഉടുക്കുക എന്ന് പറഞ്ഞാൽ ചിറ്റിയിട്ടാണല്ലോ ഉടുക്കുക. കുഴൽ പോലെ ഇറക്കണതിനെ നമ്മൾ വേഷ്ടി എന്ന് പറയില്ല. മേലി ചിറ്റി അതേപോലെ അഴിക്കണതിനാണ് എന്താ പറയുക? വേഷ്ടി, മുണ്ടും വേഷ്ടി. വേഷ്ടയത് ആ വെർബെന്ന് വന്നതാണ്.
ചിറ്റുക. ഇപ്പം പാമ്പ് ഭഗവാനെ ചിറ്റി. എന്നിട്ട് അവിലോക്യ ഭവന്തമഥാകുലിതേ തടഗാമിനി ബാലകഥേനുഗണേ പ്രജഗേകദലേപ്യനിമിത്തശതം തമുദീക്ഷ്യഗതാ യമുനാം പശുപാഹ. അഥ ഭവന്തം അവിലോക്യ, ചിറ്റാൻ വേണ്ടി ശ്രമിക്കാൻ അതിനും വേണമല്ലോ കാണുക. ഭഗവാൻ ദൃഷ്ടിപ്പെടാതെ കുറേ കാളിയനെ കളിപ്പിച്ചു. അവിലോക്യ ശിവപ്പെട്ട ഇപ്പോൾ കൃഷ്ണനെ തിരഞ്ഞ് ബുദ്ധിമുട്ടിച്ചിട്ട് കാണാതെ എന്നാണ് നേരത്തെ പറഞ്ഞത്. സമവേട്ടയത് അസ്ഫുടചേഷ്ടം എന്ന് പറഞ്ഞു, കാണാൻ പറ്റാത്തവൻ. അപ്പോൾ ഭഗവാൻ എന്തോ ഒരു മറയിൽ, തിരശ്ശീലയ്ക്കുള്ള മറയിൽ ഇവിടെ ചെയ്തപ്പോൾ ഗോപന്മാരൊക്കെ പേടിച്ചു. അവിലോക്യ, എവിടെ ഇപ്പം കൃഷ്ണൻ? കാളിയൻ്റെ അടുത്തേക്ക് പോണും കണ്ടു, പിന്നെ കാണാണ്ടേ പോണും കണ്ടു. അഥ ആകുലിതേ, വല്ലാത്ത വിഷമായി. ശരി, പാമ്പിൻ്റെ അടുത്താണല്ലോ പോയി പെട്ടിരിക്കണം. അതും ചില്ലറ പാമ്പാണോ? കാളിയൻ മഹോരകമാണ്, മഹാസർപ്പമാണ്. അതിൻ്റെ അടുത്ത് പോയിട്ട് കൃഷ്ണനെ കണ്ടില്ല, വെള്ളത്തിൽ താണു. വെള്ളത്തിൽ കാണാണ്ടായ അർത്ഥം താണു തന്നെയല്ലേ? അത് നല്ല വെള്ളമുള്ള നദിയാണ്. എന്ന് കൃഷ്ണൻ രക്ഷപ്പെടാതെയിട്ട് ഇരിക്കുമോ എന്നിങ്ങനെ വിചാരിച്ച് തടഗാമിനി ബാലകധേനുഗണേ, ബാലകന്മാരെ പശുക്കൾക്കും തോന്നി എന്തോ പറ്റിയിട്ടുണ്ട്. അവർക്ക് അത്രയും നമ്മളെക്കാളും വേഗം ഈ ആപത്തുകളെ തിരിച്ചറിയാൻ കഴിയുക. ഭൂമികുലുക്കത്തെ അടക്കം അറിയുന്നതാണ്, മുമ്പ് കൂട്ടിയിട്ട്. അപ്പം എന്തോ ഭഗവാന് സംഭവിച്ചിട്ടുണ്ട് എന്ന് പശുക്കൾക്കും മനസ്സിലായി, ബാലകന്മാർക്കും മനസ്സിലായി. തടഗാമിനി, കാളിന്തി തീരത്ത്, തീരത്ത് നിൽക്കുന്നവർ പശുക്കളും ബാലകന്മാരും എന്തോ ഭഗവാന് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ദുഃഖിച്ചു. അപ്പോൾ ഈ ഗോകുലത്തിൽ ചില ദുശ്ശഗുണങ്ങൾ കണ്ടു. ബ്രജഗേഹതലേപി അനിമിത്തം, ബ്രജഗേഹതലേപ്യനിമിത്തം. അപി പ്ലസ് അനിമിത്താണ്, അപി എന്നാണ് അവ്യയം. ബ്രജഗേഹതലേ പ്ലസ് അപി പ്ലസ് അനിമിത്തശതം, നിമിത്തശതം. അപി പ്ലസ് നിമിത്തശതം, നിമിത്തം ശകുനം. അതായത് ചില ഓട് വീണ് പൊട്ടുക, വിഗ്രഹങ്ങളിൽ വിയർപ്പുണ്ടാവുക, വെള്ളത്തുള്ളികൾ കാണുക, ദുസ്വപ്നങ്ങൾ കാണുക. സ്വപ്നം കാണേണ്ട ആവശ്യമില്ല, അവിടെ പകലാണതൊക്കെ സംഭവിച്ചിരിക്കണം. ചിലതൊക്കെ വീണ് ഉടയുക, ഇങ്ങനെയുള്ള ദുശകുനം പലതും കണ്ടു. ഈ ശകുനങ്ങൾ എപ്പോഴും ബലിക്കില്ല കേട്ടോ, പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ കണ്ടു, ശരാഞ്ഞി എന്താ ഉണ്ടാവുക? ഒന്നും ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒത്തുനിന്നും വരും. ബടപ്പം അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പുരാണങ്ങളിൽ നിന്നൊക്കെ. നമ്മൾ എപ്പോഴും അതൊക്കെ വലിയ കാര്യമായിട്ട് ചിലർ പറയണേക്കാം. എടുക്കേണ്ടതല്ല എടുക്കണത്, അതുകൊണ്ടാണ്. ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പല്ല് പോയി എന്ന് സ്വപ്നം കണ്ടു, മരണലക്ഷണമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പല്ല് പോയി സ്വപ്നം കണ്ടിട്ടുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരുപാട് പ്രാവശ്യം, ഒന്നും രണ്ടും പ്രാവശ്യമൊന്നുമല്ല. അപ്പോൾ സ്വപ്നം ചിലർക്കു ചില കാലം ഒത്തിടുന്നേ ഉള്ളൂ. എന്താ അതിനർത്ഥം? ചിലപ്പോഴാണ്, ചിലർക്കാണ്, എല്ലാവർക്കും ഇല്ല. അതിന് വല്ല അർത്ഥമുണ്ടോ? അങ്ങനത്തെ കാര്യത്തിന് ഒരർത്ഥമില്ല. അത് ഈ ദുർനിമിത്തങ്ങൾ ചിലപ്പോൾ ഒക്കാം, ചിലപ്പോൾ ഒത്തില്ല, അങ്ങനെയും വരാം. ബ്രജഗേകതലേപി അനിമിത്തശതം, പി പ്ലസ് നിമിത്തശതം, നിമിത്തങ്ങൾ പലതും കണ്ടു. അപ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്യ അനിമിത്തം. നിമിത്തമില്ല, അവിടെ നിമിത്തമാണ്. ദുർനിമിത്തങ്ങൾ കണ്ടു, ദുർനിമിത്തം കണ്ടു. സമുദീക്ഷ്യഗത യമുനാം പശുവ. യശോദയും ബാക്കിയുള്ളവരും ഒക്കെ വേഗം കാട്ടിലേക്ക് പോയിട്ട് കൃഷ്ണനെ തിരഞ്ഞു. എന്താണ് ഈ ദുശകുനം ഉണ്ടാവാൻ കാരണം? എന്തെങ്കിലും കൃഷ്ണന് സംഭവിച്ചിട്ടുണ്ടോ? പ്രജഗേകതലേപി അനിമിത്തശതം സമുദീക്ഷ്യഗത യമുനാം പശുവ. അനിമിത്തശതം എന്ന് പറഞ്ഞാൽ അവിടെ ദുശകുനങ്ങൾ കണ്ടപ്പോൾ ഇവരെല്ലാവരും പരിഭ്രമിച്ച്
തിരഞ്ഞ് കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തി എന്താണ് കൃഷ്ണന് സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ. അഖിലേഷു വിഭോഭവതീയ ദശാമവലോക്യ ജിഗാസുഷു ജീവഭരം പണിബന്ധനമാശി വിമുച്ചജവാദുതഗമ്യതഹാസജുഷഭവത. എല്ലാവരും അങ്ങയുടെ അവസ്ഥ കണ്ടിട്ട് കാളിയൻ്റെ കെട്ടിൽ പെട്ടിരിക്കണു, വരിഞ്ഞു ചുറ്റിയിട്ടുള്ളതിൽ പെട്ടിരിക്കണു. അവലോക്യ കണ്ടിട്ട്, ഭവതീയ ദശാം അവലോക്യ അങ്ങയുടെ ദശാസ്ഥിതി കണ്ടിട്ട് എല്ലാവരും, അഖിലേഷു നമുക്കൊക്കെ മരിക്കുക, ഏതായാലും കൃഷ്ണന് അബദ്ധം പറ്റി, ഇനി നമ്മളെന്തിനാണ് ജീവിക്കണത്? ഈ വെള്ളത്തിൽ ചാടി നമ്മളും കൂടി കാളിയൻ്റെ പിടിയിൽ പെട്ടാലോ? ജിഹാസുഷു ജീവഭരം, ജിഹാസു ജീവനെ കളയുക, ജീവഭരം ജിഹാസു കളയുക എന്ന് തീരുമാനിച്ചിരിക്കെ പണിബന്ധനമാശി വിമുച്യ പാമ്പിൻ്റെ കെട്ടിൽ നിന്ന് അങ്ങോട്ട് മോചിതനായി, സ്വയം മോചിതനായി. പണിബന്ധനമാശി വിമുച്യ ജവാദ് ഉദഗമ്യത ഹാസജുഷ ഭവത. പുഞ്ചിരിയോട് കൂടിയിട്ട് ഭഗവാൻ അവിടെ കാണപ്പെട്ടു. എനിക്കൊന്നും പറ്റിയില്ല, നിങ്ങളെന്തിനാ അങ്ങനെ പരിഭ്രമിക്കണത്? ഞാൻ ഇവിടെ ഉണ്ട്. ബണിബന്ധനമാശു പാമ്പിൻ്റെ കെട്ടിൽ നിന്ന് മോചിതനായിട്ട്, സ്വയം മോചിതനായിട്ട് പുഞ്ചിരിയോടുകൂടി അവിടെ കാണപ്പെട്ടു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.